ഡാമേജ് വരാത് ഇല്ല. ಕಿಲೋ 8 ರೂಪಾಯಿ 8 80. വാ 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 ഇല്ല. അടിപൊളി അടിപൊളി. ആ ഇല്ല ഇല്ല. സൂര്യകാന്തി പൂക്കുന്ന സീസണാണല്ലോ ഇപ്പോൾ. സൂര്യകാന്തി പാടങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലാണ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് മഞ്ഞപ്പരവതാനികൾ വിരിച്ച സൂര്യകാന്തി പാടങ്ങൾ കാണാൻ ഗുണ്ടൽപേട്ടയ്ക്കുള്ള യാത്രയിലാണ്. കേരളവും തമിഴ്നാടും കർണാടകയും 3 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് തുടങ്ങി നിലമ്പൂർ വഴിക്കടവ് വഴി നാടുകാണി ചുരം കയറി ഗൂഡല്ലൂരിലേക്കാണ്. അപ്പോൾ നമ്മുടെ നാടുകാണി ചുരം കയറിയ ഉടനെ തമിഴ്നാട്ടിലേക്കുള്ള ഒരു പ്രവേശന ഫീസായിട്ട് ഇവിടെ ഒരു 30 രൂപ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി സ്ഥലം കാണാം. നമ്മുടെ മൂന്നാറിലും വയനാട്ടിലൊക്കെ കാണപ്പെടുന്ന പോലത്തെ മനോഹരമായ ഒരു തേയിലത്തോട്ടം. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. 4 സുഹൃത്തുക്കളുടെ കൂടെയാണ് ഇന്ന് ഗുണ്ടൽപേട്ടയ്ക്കുള്ള ഈ യാത്ര പോകുന്നത്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിൽ കാണുന്ന ആ മലകളുടെ കാഴ്ച നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കാണാൻ നല്ലൊരു രസമാണ്. ഗൂഡല്ലൂരിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റ്. ഇനിയുള്ള യാത്ര കൊടും കാട്ടിനുള്ളിലൂടെയാണ്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ പകുതി ഭാഗവും കാട്ടിനുള്ളിലൂടെ തന്നെയാണ് യാത്ര ചെയ്യാനുള്ളത്. മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞാൽ നമ്മൾ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് പിന്നീടുള്ള യാത്ര. അത് കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നമ്മുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നത് മുത്തങ്ങ കാട്ടിലൂടെയാണ്. അപ്പോൾ 3 മെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആനയും മാനും മയിലുമൊക്കെ ധാരാളം കാണപ്പെടുന്ന ഒരു കാടാണ് ഈ മുതുമല ടൈഗർ റിസർവ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കണി തന്നെ നല്ല മാൻകുട്ടികളുടെ ഒരു കൂട്ടമാണ്. കാടിൻ്റെ പച്ചപ്പും ശാന്തതയും ഒപ്പം വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര അതൊരു വേറിട്ട അനുഭവമായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലുള്ള അരുവികളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല കലങ്ങിയ വെള്ളമാണ് ഈ അരുവികളിലൂടെ ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിന്ന് തരുന്ന പോലെ ഒരു മയിൽ എവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുതുമല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മസനഗുഡിയിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മസനഗുഡി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ മസനഗുഡി വരെ വന്ന് പോയി. മസനഗുഡിയിൽ നിന്ന് സ്ട്രെയിറ്റ് 29 കിലോമീറ്റർ പോയാൽ നമുക്ക് ഊട്ടിയിലെത്താൻ കഴിയും. അതുപോലെ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മയാർ എന്ന് പറഞ്ഞൊരു ഉൾഗ്രാമവും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു ഈ കാട്ടിനുള്ളിൽ. ഇനി നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതായത് കർണാടക സ്റ്റേറ്റിൻ്റെ അതിർത്തി കടന്നു എന്ന്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്ന് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഗുണ്ടൽപേട്ട റോഡിന് പിടിക്കാൻ വേണ്ടി. അങ്ങനെ ഗുണ്ടൽപേട്ട റോഡ് തിരിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ സൂര്യകാന്തിയുടെ പാടങ്ങൾ ഇതുപോലെ 2 സൈഡിലുമായിട്ട് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സൂര്യകാന്തി പാടം ആയതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള യാത്ര തുടങ്ങിയത്. കൊറോണ കാലം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് കർഷകരൊക്കെ സൂര്യകാന്തിയുടെ കൃഷിയിലേക്ക് ഇപ്രാവശ്യം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 3 വർഷത്തിന് ശേഷം കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ സന്ദർശകരുടെ നല്ല തിരക്കാണ്. ജൂലൈ പകുതിയോടുകൂടി തുടങ്ങി ഓഗസ്റ്റ് ആദ്യവാരം വരെയാണ് ഇവിടെ സൂര്യകാന്തികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക.
അങ്ങനെ നമ്മൾ ഗോപാൽസ്വാമി ഹിൽസ് പോകുന്ന വഴിക്ക് ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ചെറിയ റോഡ് സൈഡിൽ ചെറിയ ടീ ഷോപ്പ് കണ്ടപ്പോൾ. അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ മുമ്പ് ടൗൺ എത്തുന്നതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുമ്പാണ് ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള റോഡ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇതുപോലെ റോഡ് സൈഡിലൊരു വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആബിദ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. നബിൽ സാർ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പ്ലേറ്റുകൾ കഴുകാനായിട്ട്. ചോറ് ഊത്തത്. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ ഗുണ്ടൽപേട്ട എത്തുന്നത് വരെ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീനറിയാണ് ഈ സൂര്യകാന്തിയുടെ പാടം ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ച. അതുവരെ റോഡിൻ്റെ രണ്ട് സൈഡും ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ ഒഴിഞ്ഞ പാടങ്ങളാണ്. സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന സൂപ്പർ കാഴ്ച കാണുന്നുണ്ട്. ഇതേ നമ്മൾ വന്ന വണ്ടി ഇതാ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് നബീലിൻ്റെ എർട്ടിഗയിലാണ് നമ്മൾ ഇന്നലെ ട്രിപ്പ് പോകുന്നത്. ആഹാ, നമ്മുടെ ഉപ്പുമാവ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവും കോപ്ഷീനും ഏണ്ട് നബീൽ ഭായ്? ഉപ്പുമാവുണ്ട്, പൊളിയാണല്ലേ, അടിപൊളി. ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ഇങ്ങനെ ഇതുപോലെ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ രണ്ട് സൈഡും ഒരേപോലെ ഫുള്ള് കൃഷികളാണ് കാണുന്നത്, പലതരം കൃഷികൾ. നമ്മുടെ ഉച്ചക്കുള്ള ഫുഡിനുള്ള ചിക്കൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. ഗുണ്ടൽപേട്ട പോകുന്ന റോഡ് തന്നെയാണ്, മെയിൻ റോഡ് തന്നെയാണ്. ഒരു ചെറിയ ചിക്കൻ കടയിൽ ഇറങ്ങിയിട്ട് ചിക്കൻ വാങ്ങിക്കാണ്. ഇതാണ് പെടക്കോയില. മുട്ട പൊടിച്ചത് 200 രൂപ മുട്ട അടിച്ചത്. അതെ, ആ മുട്ട കാണിച്ചു. വലിയ മുട്ടല്ല. ആൾക്ക് രണ്ടുപേരും പിടിക്കാനില്ല. അടിപൊളി അടിപൊളി. ஓகே போதும். வேணுமா வாங்கோ. உங்க கிருஷியா? வெங்காயம், சின்ன வெங்காயம் தான். எவ்வளோ பைசா? எவ்வளோ? ഓഹോ, നല്ല വലിയ ഉള്ളിയില്ല. ഫ്രഷ് ഉള്ളി. ഈ ചേച്ചിക്ക് ഉള്ളിയുടെ കൃഷിയാണ്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ചിന്ന ഉള്ളിയല്ല, നല്ല വലിയ ഉള്ളി. 5 കിലോക്ക് 100 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചേച്ചി നമ്മൾ 5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചി കവറിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള. ആ, ഇത് ചിന്ന വെങ്കായം. ഇവള് ഇതാ കിടക്കും. ഇത് എங்கே വിൽക്കും? മാർക്കറ്റ് എங்கே? മൈസൂർ അല്ല, ഗുണ്ടൽപേട്ട. ഓ, ഒക്കെ പേരിന് ரூபாயா? ஓகே. ஃபோட்டோ எடுக்குதே. என்னக்க உங்க ஊர் சுற்றி பார்க்கறதுக்கு வந்து ஊர் சுற்றி பார்க்க காசு கேட்குதா? தமிழ் அறியா? அப்படியா? 2 கிலோமீட்டரா? பார்க்கறதுக்கு நல்லா இருக்கா? கோவில் இருக்காங்க, கோவில்.
എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഗോപാൽസ്വാമി ഹിൽസ് പോയി കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് അപ്പോൾ ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള റോഡാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവുക. വെൽക്കം ടു ഹിമവൽ ഗോപാൽസ്വാമി ഹിൽസ് എന്ന വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ വലിയൊരു കവാടമുണ്ട്. ഇവിടെ നിന്ന് ഇനി 8 കിലോമീറ്ററാണ് ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള ദൂരം. പക്ഷേ ആ 8 കിലോമീറ്റർ റോഡിൻ്റെ ഇരുവശവും ഫുള്ള് സൂര്യകാന്തി പാടങ്ങളും ചെണ്ടുമല്ലിയുടെ പാടങ്ങളുമാണ് ഉള്ളത്. ഈ ഒരു റോഡ്, അതായത് നീണ്ടു കിടക്കുന്ന റോഡ്, അതിങ്ങനെ ലാസ്റ്റ് ഒരു മലൻ്റെ താഴ്ച നിന്ന് അവസാനിക്കുന്ന ഈ ഒരു സീൻ, ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സീനാണ്. പക്ഷേ ഇത് എവിടെയായിരുന്നു സ്ഥലം എന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. ഈ ഒരു സ്ഥലം നേരിട്ട് പോയി കണ്ട് ഈ ഒരു സീനറി ഒന്ന് കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സ്ഥലത്ത് വന്നെത്തിയത്. അപ്പോൾ ഗോപാൽസ്വാമി ഹിൽസ് എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പാണ് നമ്മൾ റോഡിൻ്റെ 2 സൈഡും ഇങ്ങനെ വണ്ടികൾ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും റഷ് ഇവിടെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. കാരണം കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വണ്ടി പാർക്കിങ്ങും പിന്നെ നീണ്ട ക്യൂ ആണ്. 1 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കണം ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഇത് ഗോപാൽസ്വാമി ഹിൽസിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് വാങ്ങാനുള്ള ക്യൂ ആണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. നമ്മൾ വന്ന ദിവസം സൺഡേ ആയതുകൊണ്ട് ഗോപാൽസ്വാമി ഹിൽസിലേക്ക് കയറണമെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിലാണ് നമ്മളെ മേലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ 2 മണിക്കൂർ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 3/4 മണിക്കൂറോളം ബസ്സിൽ പോയാലേ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ മുകളിലെത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്രമാത്രം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഗോപാൽസ്വാമി ഹിൽസ് മറ്റൊരു ദിവസം വന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നേരെ സുൽത്താൻ ബത്തേരി റൂട്ടിനാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ മുകളിൽ പോയി വരുന്ന ബസ്സാണ് ആ കാണുന്നത്. ഈ ബസ്സിലാണ് ഇവിടെ വരുന്ന സന്ദർശകരെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും. ഈ മലൻ്റെ ഏറ്റവും മുകളിലായിട്ടായിരിക്കും ആ ഒരു ഹിമവൽ ഗോപാൽസ്വാമി കോവിൽ വരുന്നത്. അടേ ഓ സൂപ്പർ. വാവ് സൂപ്പർ. വാവ് സൂപ്പർ. അവിടെ കുറച്ച് നേരം ആ കുട്ടികളൊത്ത് കളിച്ച് പിന്നെ സൂര്യകാന്തി പാടൊക്കെ നോക്കി നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. എനിക്ക് കന്നഡ സംസാരിക്കാനും അറിയില്ല, അവർക്ക് തമിഴ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയെടുത്ത് നല്ലൊരു അനുഭവമായിരുന്നു. സൂപ്പർ. என்ன ஃப்ளவர்? ಚೆಂಡು ಮಲ್ಲಿ. ಸೀಮೆ ಕೆಲವರು ಮಲ್ಲಿಗೆ
എங்கே കൊണ്ടുപോകുന്നത് ഗുണ്ടൽപേട്ടയാ ഇല്ല തമിഴ്നാട് പോവാ കോവിൽക്കാ அக்கா வணக்கம் நல்லா இருக்கியா உங்கள் தோட்டமா இதெல்லாம் மல்லி மட்டும் இது தமிழ்நாடு ಕಿಲೋ 7 ರೂಪಾಯಿ 8 ರೂಪಾಯಿ 40 7 ವರ 7 8 ರೂಪಾಯಿ 8 80 ഒരു കിലോ ആവണമെങ്കിൽ എത്ര പൂ വേണം ഇന്ന് ആലോചിച്ചത് ഒരു ചാക്ക് നിറച്ച് ചെയ്യും 1 ಕಿಲೋ ಎಷ್ಟು ಪೂ ಇದೆ 1 ಕಿಲೋ ಎಷ್ಟು ಪೂ ಅಷ್ಟ 50 വരും 50 വരും അല്ലേ ഓഹ് डैमेज वराது இல்லையா அப்படியா ഉച്ചക്കുള്ള ഫുഡൊക്കെ ഇവിടെ കുക്ക് ചെയ്തുണ്ടാക്കി കഴിച്ച് നല്ല മന്തിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇനി നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ്. നമ്മൾ കർണാടകത്തിൽ നിന്ന് നേരെ സുൽത്താൻ ബത്തേരി റോഡിന് തിരിച്ച് ഇനി വയനാട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വയനാട് വഴി താമരശ്ശേരി ചുരം ഇറങ്ങി അങ്ങനെ നാട്ടിലോട്ട് തിരിച്ച് പോകാനാണ് പ്ലാന്. അങ്ങനെയാണ് 2 ദിവസത്തെ ട്രിപ്പിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഗോപാൽസ്വാമി ഹിൽസ് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞായറാഴ്ച ആയത് കാരണം റഷുള്ള ദിവസമായത് കാരണം നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കാണാൻ മാത്രം നമ്മുടെ കയ്യിൽ ടൈം ഉണ്ടായിരുന്നില്ല. അത്രത്തോളം തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ ആണ് ഇനി കുറച്ചും കൂടി പോകാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ് വരും. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് വഴി നമ്മൾ വയനാട്ടിലോട്ട് കിടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് പിന്നെ താമരശ്ശേരി ചുരം ഇറങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂട്ട് കൂടിയാണ് ഇത്. അത് മേടിച്ചവിടെ വെക്കി ഒരാളെ കയ്യിലുള്ള വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ. അപ്പോൾ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടവും കർണാടകത്തിലെ കൃഷിസ്ഥലങ്ങളും പിന്നെ കാട്ടിലൂടെയുള്ള മനോഹരമായ യാത്രയും എല്ലാം കൊണ്ടും നല്ലൊരു വീഡിയോ ആയിരുന്നു ഇതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ യാത്രയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക.